നമസ്തേ. മലയാളിക്ക് ഇന്ന് ഏറ്റവും ഭയമുള്ള ആഹാരം ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം അരി എന്നാണ്. ഇത് വളരെ വിരോധാഭാസമായിട്ട് തോന്നാം. നമുക്കിന്നും ഏറ്റവും ഇഷ്ടമുള്ള ഇത് ചോറോ കഞ്ഞിയുമാണ്. പക്ഷെ നമുക്കതിന് ഭയമാണ്, അതിനെ പേടിയാണ്, നമ്മളതിനെ പടിക്ക് പുറത്തേക്ക് മാറ്റി നിർത്തുകയാണ്. പല ആളുകൾക്ക് അരി കഴിക്കാൻ ഭയമായിട്ട് വന്നിരിക്കുകയാണ്. അടുത്ത കാലത്ത് വരെ നമ്മൾ കഴിച്ചിരുന്ന ഈ ആഹാരം ഇത് നമ്മൾ ഇന്നലെ തുടങ്ങിയതല്ല. അപ്പനപ്പൂപ്പന്മാരായിട്ട് നൂറ്റാണ്ടുകായിട്ട് നമ്മൾ കഴിച്ചിരുന്ന ആഹാരമാണ്. നമ്മളുടെ ജീനുകളും ശരീരമൊക്കെ പരിവർത്തനപ്പെട്ടിട്ടുള്ളത് അരിയിൽ നിന്നുള്ള പോഷകാംശങ്ങളുകൊണ്ടാണ്. ഇതിനെ സാൽമ്യം എന്ന ആഹാരം എന്ന് പറയും. നമ്മുടെ ശരീരവുമായിട്ട് ഇഴുകിച്ചേർന്ന് യോജിച്ച ആഹാരം എന്ന് പറയും. അതിന് വലിയ കാര്യമുണ്ട് ഈ ആഹാരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യാൻ. അതുപോലെ ഒരു കാലാവസ്ഥയിൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ആപ്പിളിന് അത് ഹിമാചൽ പ്രദേശിലോ തണുപ്പുള്ള പ്രദേശത്ത് ആപ്പിൾ നല്ലതാണ്. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഈ കഠിനമായ കാലാവസ്ഥയുള്ള തണുപ്പും ചൂടുമുള്ള നോർത്ത് ഇന്ത്യയിൽ UP-യിലോ ബീഹാറിലൊക്കെ ഗോതമ്പാണ് ഏറ്റവും നല്ല ആഹാരം. ഇതുപോലെ ഓട്സിന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശത്ത് വളരെ തണുപ്പ് കൂടിയ പ്രദേശമാണ്. അവിടെ ഓട്സ് അവർക്ക് യോജിച്ച ആഹാരമാണ്. ഈ കണക്കൂട്ടിൽ സമശീതോഷ്ണ മേഖലയായിട്ടുള്ള കേരളത്തിലെ കേരളീയർക്ക് ഏറ്റവും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ആഹാരമാണ് അരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കേണ്ടത്. അതാത് ഘട്ടത്തിൽ, അതാത് ഋതുവിൽ, അതാത് പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം കഴിക്കുകയാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത്, രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. അപ്പോൾ ഈ കണക്കൂട്ടലിൽ ഒന്നാം സ്ഥാനം അരിക്ക് തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ അരി നമ്മൾ ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണം അതിനകത്തെ കലോറിയാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള ഗ്ലൂക്കോസാണ്, അതിനകത്തുള്ള പഞ്ചസാരയാണ്, അല്ലെങ്കിൽ ഷുഗറാണ്, കാർബോഹൈഡ്രേറ്റാണ്. പക്ഷേ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഇപ്പോൾ ഈ അരിയും ഗോതമ്പും തമ്മിൽ കാര്യ വ്യത്യാസമൊന്നുമില്ല. അരിയിൽ ഷുഗർ ഒരു 78% ഉണ്ടെങ്കിൽ ഗോതമ്പിൽ 74% ഉണ്ട്. ഒരു 3-4% വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രത്യേകത, ഈ അരി നമ്മൾക്ക് ഇത്ര അരിയിലെ ഇത് കൂടാൻ കാരണം അരി നമ്മൾ കുത്തി വെളുപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഷുഗർ ഏറ്റവും കൂടുന്നു അരി കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാനുള്ള കാരണം സൂപ്പർ കാർബായിട്ട് അരിയെ അവതരിക്കാൻ കാരണം അത് കുത്തി വെളുപ്പിക്കുന്നതാണ്. അരി യഥാർത്ഥത്തിൽ അത് സമ്പൂർണ്ണമായിട്ടൊരു ആഹാരമാണ്. അപ്പോൾ തവിടോട് കൂടി കഴിക്കണം. അത് ഇപ്പോൾ തവിടുള്ള ഏത് ധാന്യമായാലും ഏത് ഫലമായാലും അത് ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് പോലെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ഫുഡാണ്, ഒരു സമീകൃത ആഹാരമാണ്, ഒരു ബാലൻസ്ഡ് ഡയറ്റാണെന്ന് പറയാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ അരിയെ കുത്തി വെളുപ്പിച്ച് അതിലെ തവിട് നീക്കം ചെയ്യുന്നു. തവിട് നീക്കം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫൈബർ നഷ്ടപ്പെടും. റിച്ച് ഫൈബറാണ് അരി, ആ ഫൈബർ നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ പിന്നെ സംഭവിക്കുന്നത് അതിനകത്തുള്ള സെലീനിയം, മഗ്നീഷ്യം, കാൽസ്യം, തയാമിൻ, വിറ്റാമിൻ B12, വിറ്റാമിൻ B തുടങ്ങിയിട്ടുള്ള പോഷകാംശങ്ങളെല്ലാം പോവുക. നമുക്ക് കിട്ടുന്നത് ഷുഗർ മാത്രമാണ്. അങ്ങനെ നമ്മൾ ഷുഗർ രോഗിയായി തീരുകയും ചെയ്യും. പക്ഷേ ഈ അരി ഉപയോഗിക്കുന്ന മറ്റ് പ്രദേശത്ത് ഇതുപോലെ ഷുഗറില്ല. കേരളത്തിലുള്ള അത്രയും ഷുഗർ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഒന്നുമില്ല. അതുപോലെ ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങൾ, അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇത്രയും വിഷയമില്ല. കാരണം അവർ കഴിക്കുന്ന അരി പൂർണ്ണമായിട്ടുള്ള അരിയാണ്. പണ്ട് നമുക്ക് ഈ ഷുഗറിൻ്റെ പണ്ടൊരു 10-100 വർഷം മുമ്പ്, അല്ലെങ്കിൽ 50 വർഷം മുമ്പ് കേരളത്തിൽ ഇതിൻ്റെ 10-1 ഷുഗർ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ഇന്ന് കഴിക്കുന്നതിൻ്റെ ഇരട്ടി ചോറുമായിരുന്നു. നമ്മളെ കഴിക്കുന്നതിൻ്റെ ഇരട്ടി ചോറ് നമ്മുടെ അച്ഛൻ്റെ അച്ഛനും കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഷുഗർ രോഗം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം അവർ കഴിച്ച അരി പൂർണ്ണമായ ആഹാരമായിരുന്നു. അത് ഉരലിൽ കുത്തുവോ അല്ലെങ്കിൽ മില്ലിൽ കുത്തുവോ ചെയ്ത് കഴിഞ്ഞാലും ഇന്നത്തെ പോലെ പല്ലിമുട്ട പോലെ വെളുപ്പിക്കുമായിരുന്നില്ല. അതിനകത്ത് കുറേ തവിടുണ്ടായിരുന്നു. ഈ തവിടാണ് അവർക്ക് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്ത് പോയിരുന്നത്, ഷുഗർ കൂടാതെ. അതുപോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ ധാന്യം ദഹിച്ച് ബ്ലഡിലേക്ക് ഷുഗർ കയറുന്ന സമയം, ഈ സമയം ഈ തവിടുണ്ടെങ്കിൽ, ഫൈബർ ഉണ്ടെങ്കിൽ ആ സമയം കുറഞ്ഞു വരും. അതായത് ഗ്ലൈസിമിൻ്റെ ഇൻഡെക്സ് കൂടി വരും. നേരെ മറിച്ച് ഈ തവിടെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞാലും സംഭവിക്കും, അതിൻ്റെ ഗ്ലൈസിമിൻ്റെ ഇൻഡെക്സ് കുറഞ്ഞിട്ട് ഇത് പെട്ടെന്ന് ഷുഗർ ബ്ലഡിലേക്ക് കയറും, ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിട്ട് അവൻ്റെ ബ്ലഡിലെ ഷുഗർ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യാൻ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥയിലേക്ക് പോകും. പക്ഷെ അതുകൊണ്ട് എപ്പോഴും പ്രമേഹമുള്ള ആളുകൾ ആവുന്നത്ര തവിടുള്ള അരി വേണം കഴിക്കാൻ. അപ്പം അങ്ങനെ നമുക്ക് ഭയപ്പെടാതെ കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ അവർ ഈ അരിക്ക് തവിട് തന്നെ 3 തരം തവിടുണ്ട്. ഒന്ന് കറുത്ത തവിട്, ചുമന്ന തവിട്, വെളുത്ത തവിട്. പലപ്പോഴും ബസുമതി പോലുള്ള അരിയിലും തവിടുണ്ട്. കണ്ടായിരുന്നത് വെളുത്തായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ അത് വെളുത്ത തവിടാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഉള്ളിൽ തവിട് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവണില്ല. നമ്മളിപ്പോൾ മലയാളികൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ആഹാരം കഴിക്കുന്നവരായിരിക്കും, പക്ഷേ നമ്മൾ 90% പേര് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉള്ളവരാണ്, പോഷക ദാരിദ്ര്യമുള്ളവരാണ്. ഇതാണ് നമ്മുടെ പല രോഗത്തിൻ്റെയും കാരണം, ഈ പ്രമേഹം പോലുള്ള രോഗങ്ങളുടെ കാരണം. അപ്പോൾ അതിൻ്റെ കാരണം ഈ കുത്തിവെളിപ്പിച്ച അരിയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പച്ചരി അവരതുപോലെ ഇങ്ങനെ പച്ചരിയാണ്, നമ്മൾ ഈ പുഴുങ്ങിയ അരിയാണ് വിഷയം. ബോയിൽഡ് റൈസാണ് നമ്മുടെ വിഷയം. നമ്മൾ 1 പുഴുങ്ങി 2 പുഴുങ്ങി ആ വെള്ളം കുറ്റി കളഞ്ഞ് പിന്നെ അത് അരിയാക്കി കുത്തിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ പുഴുങ്ങിയിട്ട് ആ വെള്ളം കളയുകയാണ്. ചുമ്മാ നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് പിന്നെ എന്നാ നമുക്ക് കിട്ടണത്? പോഷകാംശമൊക്കെ പശുവിന് കിട്ടും, നമുക്കതിനകത്ത് വെറുതെ ഈ ഷുഗർ മാത്രം കിട്ടും. ഇതാണ് അവസ്ഥ. പക്ഷെ അവർ കഴിക്കണത് അധികം ഉണക്കലരിയാണ്. ഇനി പച്ചരി എന്ന് പറയില്ല, വാട്ടപ്പുഴുക്കലെന്ന പച്ചരി എന്ന് പറയില്ല, പച്ചരി കഴിക്കണത്. പച്ചരി ആകുമ്പോൾ അതിനകത്ത് നിന്ന് പോഷകാംശം നഷ്ടപ്പെട്ടു പോകുന്നില്ല. നമുക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളിൽ പുഴുക്കലരി കയറ്റാൻ സമ്മതിക്കില്ല, അവിടെ ഈ ഉണക്കലരി ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ മരണാനന്തരത്തേക്ക് ഉണക്കലരി ഉപയോഗിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾ മുറ്റത്ത് കുറച്ച് ഉണക്കലരിയും പുഴുക്കലരി ഇട്ട് നോക്കിയേ, ഉറുമ്പ് വന്നാൽ ഈ ഉണക്കലരി എടുത്തുകൊണ്ട് പോകും, പുഴുക്കലരി ഇട്ടിട്ട് പോകും. കാക്ക വന്നു കഴിഞ്ഞാലും ആദ്യം ഉണക്കലരി കഴിക്കുകയുള്ളൂ. നമ്മളെപ്പോലെ അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, അവർ കോളേജിലും സ്കൂളിലൊന്നും പോയിട്ടില്ലെങ്കിലും അവർക്ക് വിവരമുണ്ട്. നമുക്കത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പുഴുങ്ങിയ അരി കഴിക്കുന്നു, ഒരു പോഷകാംശം ഇല്ലാത്ത അരി കഴിക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ ഉണക്കലരിക്കാണ് കൂടുതൽ പോഷകാംശം ഉള്ളത്, തവിടുള്ള അരിക്കാണ് പോഷകാംശം ഉള്ളത്. ഇത് കഴിക്കുകയാണെങ്കിൽ ഇന്നീ പറഞ്ഞ പോലെ ഷുഗറിൻ്റെ പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗോതമ്പിൻ്റെ ഗരിമയെക്കുറിച്ചാണ് പറഞ്ഞത്. ഗോതമ്പ് ഉദ്ദേശിക്കുന്നത് പോലെ പ്രയോജനമുള്ള സാധനം അല്ല. അതിനകത്ത് മറ്റൊരു ദോഷം കൂടിയുണ്ട്, ഗ്ലൂട്ടോൺ എന്നൊരു ഘടകമുണ്ട്. ഗ്ലൂട്ടോൺ പലപ്പോഴും നമ്മുടെ അലർജി വർദ്ധിപ്പിക്കും, തൈറോയിഡ് വർദ്ധിപ്പിക്കും, PCOD വർദ്ധിപ്പിക്കും, ശ്വാസം മുട്ട്, തുമ്മൽ, ജലദോഷം, ഇത്തരം രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. 100 പേരെ എടുത്താൽ 25 പേർക്കെങ്കിലും ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല ഗോതമ്പ്. പരമാവധി ഞാൻ അരി തന്നെയാണ് ഷുഗറുള്ളവരെ കൊണ്ടും കഴിപ്പിച്ചിട്ട് ഷുഗർ കുറയ്ക്കണത്. അപ്പോൾ നമ്മൾ അരി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് തവിടുള്ള അരി ഉപയോഗിക്കുക, പരമാവധി തവിടുള്ള അരി ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും ചോറിൽ പാതി കറി എന്ന് പറയും, പകുതി ആയിരിക്കണം നമ്മളെ ചോറ്. കാരണം അത്രയും കലോറി നമുക്ക് ആവശ്യമുള്ളൂ. പണ്ടത്തെ പോലെ നമ്മൾ ഓടുന്നില്ല, ചാടുന്നില്ല, മരം കയറുന്നില്ല, മല കയറുന്നില്ല, നീന്തുന്നില്ല, അല്ലെങ്കിൽ ആയാസകരമായ ജോലികൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് കലോറി ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചോറിൽ പാതി കറി, പകുതി ചോറും പകുതി കറികളുമായിട്ട് നമ്മൾ പോകണം, നമ്മൾ ആഹാരം കഴിക്കണം. അപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഒരു നേരമെങ്കിലും പ്രമേഹമുള്ളവർ പോലും തവിടുള്ള അരിയുടെ ചോറ് ഈ പറഞ്ഞ റേഷ്യോയിൽ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം ഉള്ളത്. അപ്പോൾ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇന്ന് പലപ്പോഴും നമ്മൾ വില കൂടിയ ആഹാരത്തിൽ, ഇപ്പോൾ ഓട്സാണ് ഒരു ഫാഷൻ. ഓട്സിനകത്ത് 65% ഷുഗറുണ്ട്. ഓട്സ് നമ്മൾ തന്നെ കഴിക്കാറില്ല, അധികം പാലൊഴിച്ചാണ് കഴിക്കുന്നത്. പാലിൽ 8% ഷുഗറുണ്ട്. അപ്പോൾ 65ഉം 8ഉം 72-73% ഷുഗർ വരും ഈ ഓട്സിൽ പാലൊഴിച്ച് കഴിക്കുമ്പോൾ. നമ്മൾ ഓർക്കണ ഓട്സിൽ ഷുഗർ ഇല്ലയെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇത് കഴിക്കണത്. അരിയും ഇത് നമ്മൾ 2-3 മാത്രമേ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിപ്പം നമ്മൾ ഈ ഗോതമ്പിനും ഓട്സിനും കൊടുത്തിട്ടും പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. മറ്റൊന്ന്, നമുക്ക് ഈ പറഞ്ഞ അരിക്കുള്ളൊരു വിഷയം, ഇതിങ്ങനെ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ മുമ്പ് ആന്ധ്രയിലൊക്കെ ഉൽപ്പാദിപ്പിക്കട്ട് മാരകമായ കീടനാശിനിയൊക്കെ അടിച്ചിട്ട് ഭൂമിയൊക്കെ നടത്തി കുത്തിപ്പാതിരിക്കാൻ പറ്റുന്ന അരിയായിരിക്കും. അങ്ങനത്തെ പരമാവധി ഒഴിവാക്കുക നല്ലത്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യണത്, പരമാവധി നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കട്ട അരി മേടിച്ചിട്ട് കഴിക്കുക. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ വിഷാംശങ്ങൾ കുറയും. അപ്പോൾ സ്വല്പം വില കൂടും. ഇപ്പം നമ്മൾക്കൊരു സ്വഭാവമുണ്ട് മലയാളിക്ക്, നമ്മൾ നല്ല ഉടുപ്പ് മേടിക്കും, വില കൂടിയ ചെരുപ്പ് മേടിക്കും, വില കൂടിയ മൊബൈൽ ഫോൺ മേടിക്കും, ആഹാരം മാത്രം ഏറ്റവും വില കുറഞ്ഞ് അന്വേഷിച്ച് ഓട്ടോറിക്ഷ ഓടിച്ച് പോകും. ഇതാണ് നമ്മുടെ സ്വഭാവം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശരീരമാണ് ഏറ്റവും വലിയ ധനം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയും. ഇതാണ് നമുക്ക് കർമ്മം ചെയ്യാനും വിജയിക്കാനുള്ള ഉപകരണം. ഇതിനെ നമ്മൾ സംരക്ഷിക്കണം. ഇതിന് സ്വല്പം പൈസ കൂടുതൽ മുടക്കിയാലോ നഷ്ടമായിട്ട് കണക്കൂട്ടേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ അരി 60 രൂപയ്ക്ക് കിട്ടുന്നു. ഇപ്പം ഞങ്ങൾ തരുന്ന അരിക്കാൽ ഇപ്പോൾ 80 രൂപ 90 രൂപയാവും 10. അപ്പോൾ അത് ഒരു നേരം നമുക്ക് 100 ഗ്രാം അരി മതി. അതായത് നിങ്ങൾക്ക് വരുന്ന കൂടുതൽ ചിലവ് 2 രൂപയാണ്, അല്ലെങ്കിൽ 3 രൂപ കൂടുതൽ ചിലവ് വരും. ഈ 3 രൂപ കൂടുതൽ ചിലവ് വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം എന്ന് പറഞ്ഞാൽ 300 രൂപ ലാഭമാണ്. കാരണം നമുക്ക് അത്രയും പൈസ കുറച്ച് ആശുപത്രി കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഈ ഒരു വില പേസിലേക്ക് പോകരുതെന്ന് എനിക്ക് പറയാനുള്ളത്. 300 രൂപ കൊടുത്ത് ചാള മേടിച്ച് മത്തി മേടിക്കാൻ നമുക്ക് വിഷമമൊന്നുമില്ല. അതുപോലെ നമ്മൾ ബേക്കറി കയറി കഴിഞ്ഞാൽ 1000 രൂപയുടെ സാധനം മേടിച്ചുകൊണ്ട് പോരും.
അരിയുടെ കാര്യത്തിൽ മാത്രം ഏറ്റവും വില കുറഞ്ഞ അരി അന്വേഷിച്ച് പോയിട്ട് നമ്മൾ നിത്യരോഗിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നല്ല അരി സ്വല്പം വില കൂടിയാലും ഇത് മേടിച്ച് നമ്മൾ ആഹാരമായിട്ട് കഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കേരളത്തിൽ എവിടെയും നമുക്ക് അരി അഴച്ച് കിട്ടാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം, നമ്മൾ തന്നെ കുത്തിയെടുക്കുന്ന അരിയാണ്. അരി കേരളത്തിൽ എവിടെയും നമുക്ക് കിട്ടാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കിട്ടുമ്പോൾ നിങ്ങളെ പൈസ കൊടുത്ത് മേടിച്ചാൽ മതി. നമ്പർ പറയാം ഞാൻ: 9744444326 എന്ന നമ്പറിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സുഖജീവൻ നേച്ചർ സെൻറ്റർ പ്രകൃതി കേന്ദ്രം മൂവാറ്റുപുഴ. അപ്പോൾ നിങ്ങൾക്ക് സാധനം അയച്ചു തരും. നിങ്ങൾ നല്ല അരി, അതിൻ്റെ കഞ്ഞി ചോറോ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അങ്ങനെ നല്ല അരി ഉപയോഗിച്ചിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. നിങ്ങളുടെ നാട്ടിൽ എവിടെയും കിട്ടുന്ന അവിടെ നിന്ന് മേടിക്കാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊരു സോഴ്സ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണം: യഥാഹാരം തഥാരോഗ്യം. എങ്ങനെയാണോ ആഹാരം അങ്ങനെയാണ് ആരോഗ്യം. നല്ല ആഹാരം കഴിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. മോശമായ ആഹാരം കഴിച്ചിട്ട് ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടിയിട്ട് ഈ അരിയെ ഭയപ്പെടേണ്ട, ഈ നല്ല അരിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.